പാർവതി ഇലക്ട്രിക്കൽസ് ഉടമ ശ്രീനിയേട്ടൻ്റെ പുതിയ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിന് അടുത്തുള്ള വീടാണ്. അപ്പോൾ ഈ വീട്ടിലെ വിശേഷങ്ങളുമായി നമ്മളൊരു പുതിയ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഞാൻ ബിജു പത്മനാഭൻ, സുശാന്ത് സെറാമിക്സ്, പയ്യന്നൂർ. ഇത് ശ്രീനേട്ടൻ അന്നൂർ പാർവതി ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഇത് ശ്രീനേട്ടൻ്റെ വീടാണ്. ഇത് നമ്മൾ ശ്രീജിത്ത് എഞ്ചിനീയറാണ് കൺസ്ട്രക്ഷൻ ചെയ്തത് അല്ലേ? മുകുന്ദ എഞ്ചിനീയേഴ്സിലെ ശ്രീജിത്ത് എഞ്ചിനീയറുടെ പ്ലാനും കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തത് മുകുന്ദ എഞ്ചിനീയേഴ്സാണ്. എഞ്ചിനീയർ ശ്രീജിത്താണ് ഇതിൻ്റെ വർക്ക് എല്ലാം ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ എന്ന് പറയുന്നത് 6AK ടൈലുകളാണ് ശ്രീനേട്ടൻ ഉപയോഗിച്ചത്. 6AK ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഫിനിഷിലുള്ള ഓസ്റ്റൻ ക്രീമ ബേബി സ്കിൻ എന്ന് പറയുന്ന ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗ്ലോസി ടൈലും അല്ല, മാറ്റ് ടൈലും അല്ല, പക്ഷെ അതിനിടയിലുള്ള ഒരു ബേബി സ്കിൻ ഫിനിഷ് അഥവാ ബട്ടർ ഫിനിഷ് എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് മോഡലാണ് 6AK സെറാമിക്സിൻ്റെ. 6AK സെറാമിക്സ് നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. വേൾഡിലെ തന്നെ ഒരു ഏറ്റവും മികച്ച ടൈൽ ബ്രാൻഡുകളിൽ ഒന്നാണ്. ഏഷ്യയിലത്തെ നമ്പർ 1 ടൈൽ ബ്രാൻഡാണ് 6AK എന്ന് പറയുന്നത്. അപ്പോൾ 6AK 160/80 സൈസിലുള്ള ഒരു മീഡിയം സ്ലാബാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫിനിഷ് സീറോ റിഫ്ലക്ഷനുള്ള ബേബി സ്കിൻ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ വീടിൻ്റെ മറ്റ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ കാണുന്നത് നമ്മൾ ഡബിൾ ഹൈറ്റിലുള്ള ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാഡിംഗ് ടൈൽ എന്ന് പറയുന്നത് കജാരിയയുടെ മൊഹൻജദാരോ സീരീസിലുള്ള ഒരു ക്ലാഡിംഗ് ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ മൊഹൻജദാരോ സൈറ്റുകളിലുള്ള സീൽസുകളുടെ ഒരു പിക്ചേഴ്സാണ് ഇതിൽ കാണാവുന്നത്. ഇത് കജാരിയയുടെ 2x1 സൈസിലുള്ള മൊഹൻജദാരോ സീരീസിലുള്ള ടൈലുകളാണ്. ഫ്ലോറിൽ ഒരു ബീജ് ടോണിലുള്ള ടൈലാണ് ഓസ്റ്റൻ ക്രീമ BS എന്ന് പറയുന്നത്, ബേബി സ്കിൻ എന്ന് പറയുന്നത് 6AK ടൈലാണ്. അതാണ് ഇവിടെ എൻറ്റയർ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ബീജ് കളർ ടോണിലുള്ള എപ്പോക്സി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡൈനിങ് ഏരിയയിലും ഹാളിലും അതേപോലെ തന്നെ ബെഡ്റൂമുകളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് 6AK ഈ ബേബി സ്കിൻ ഫിനിഷിലുള്ള ടൈലാണ്. ലിവിംഗ് റൂമിലെ ഒരു ബെഡ്റൂമാണിത്. ടൈലിൻ്റെ ബീച്ച് കളർ ടോണിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങും സോഫ സെറ്റുകളുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂം കാണാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയയുടെ ടെസ്ലിൻ ഗ്രിസും അതേപോലെ തന്നെ ക്ലാസിക് മാർബിൾ, ഈ 2 ടൈലുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നൊരു വൈറ്റ് ടോണിലുള്ളതും മറ്റേത് ഒരു ഡാർക്ക് ടോണിലുള്ള ടൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ റോക്ക് ഫിനിഷിലുള്ള ആൻറ്റി സ്കിഡ് ടൈലുകളാണ്. 4x2 സൈസിലുള്ള ടൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായൊരു കോമ്പിനേഷനാണ് കജാരിയുടെ ഈ 2 ടൈലുകളുടെ കോമ്പിനേഷൻ. ഇത് ഞങ്ങളുടെ ഷോറൂമിലും ഇതേ രീതിയിലുള്ള മോക്കപ്പുകൾ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിലും നമ്മുടെ ഫ്ലോർ ടൈല്
സെയിം തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ആറേക്കയുടെ ഓസ്റ്റൺ ക്രീമ PS എന്ന് പറഞ്ഞ ടൈലിനാണ് ഇതിൽ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാത്റൂമാണിത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയയുടെ 4x2 സൈസിലുള്ള സെൻറ്റോസ ക്രീമ, സെൻറ്റോസ റസ്റ്റ്, ഈ 2 ടൈലുകളുടെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൻറ്റോസ റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ടോണും അതുപോലെ സെൻറ്റോസ ക്രീമ എന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് ടോണുമായിട്ടുള്ള ടൈലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്, വ്യത്യസ്ത രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോർ എന്ന് പറയുന്നത് സെൻറ്റോസ റസ്റ്റിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് ടൈൽ, ഒരു ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ മെയിൻ ഫ്ലോർ ടൈൽ തന്നെ കിച്ചണിലേക്കും കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇതിൽ നമ്മൾ കിച്ചണിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റ് ടൈൽ, സെപ്പറേറ്റ് ടൈൽ ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതി വിശേഷം വരാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളത് ഗ്ലോസി ടൈലല്ല, ഇത് എന്നാൽ പ്യുവർ മാറ്റ് ടൈലും അല്ല, ഒരു ഇതിൻ്റെ ഇടയിലുള്ള ഒരു ആൻറ്റി സ്കിഡ് ഫീലിംഗ് കിട്ടുന്ന ഒരു ടൈലായതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണിലേക്കും ഈ മെയിൻ ഫ്ലോർ ടൈൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു ഡിസ്കണ്ടിന്യൂവേഷൻ ഫീൽ ചെയ്യില്ല. സെയിം ഫ്ലോർ ടൈൽ തന്നെ നമുക്ക് കിച്ചൺ വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ കിച്ചൻ്റെ സ്ലാബിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആറേക്കയുടെ ഗാലക്സി വൈറ്റ് എന്ന സ്ലാബ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 8 അടി നീളവും 2 അടി വീതിയിലും വരുന്ന സ്ലാബാണ്. നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ബ്ലാക്ക് ഗ്രാനൈറ്റിനെ ഓവർകം, അതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആറേക്കെ പോലുള്ള കമ്പനികൾ ഇപ്പോൾ കിച്ചൺ സ്ലാബിലേക്ക് ഇത്തരം ടൈലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ കറ പിടിക്കില്ല, അതുപോലെ തന്നെ സ്ക്രാച്ചസ് വരില്ല, ഇത് കെമിക്കൽ റെസിസ്റ്റൻ്റ് ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ എല്ലാ കളർ കോമ്പിനേഷനുകളും നമുക്ക് ഈ സ്ലാബുകളിൽ ലഭ്യമാണ്. ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഗാലക്സി അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഡോട്ട്സ് വരുന്ന സാൾട്ട് ആൻഡ് പെപ്പർ ഡിസൈനിൽ വരുന്ന ഒരു ടൈലാണിത്. ഇതേ ടൈലുകളുടെ തന്നെ നമുക്ക് ബ്ലാക്കിലും ഗ്രീനിലും ബ്ലൂ ഏത് കളേഴ്സിലും ആണെങ്കിൽ നമുക്കിത് ലഭ്യമാണ്. ഇത് 15 mm തിക്നെസ്സിൽ ലഭ്യമാണ് ഈ ടൈലുകൾ. അതുപോലെ തന്നെ ഈ ചുമരിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർ വൈറ്റ്, കജാരിയയുടെ പ്യുവർ വൈറ്റ് ടൈലുകളാണ്. അന്റാർട്ടിക്ക പ്ലാങ്കോ എന്ന് പറയുന്ന ഒരു പ്യുവർ വൈറ്റ് ടൈലുകളാണ് ഇതിൻ്റെ വാളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയും ഇവിടെ ഒന്ന് നമുക്ക് കാണാം. വീടിൻ്റെ മുകളിലത്തെ നിലയിലും താഴെ ഉപയോഗിച്ചിരിക്കുന്ന ആറേക്കയുടെ ഓസ്റ്റൺ ക്രീമ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മിക്ക വീടുകളിലും ഞാൻ കണ്ടുവരാറ് മുകളിലത്തെ നിലയിൽ ഒരു അത്ര കോസ്റ്റ്ലി അല്ലാത്ത ടൈലുകളാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അത്രയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈലുകൾ, ഇത്രയും വില കൂടിയ ടൈലുകൾ മുകളിലത്തെ നിലയിൽ ആരും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇവിടെ മുകളിലത്തെ നിലയിലും അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ടൈലുകളൊക്കെ വിരിച്ചിരിക്കുന്നത്. സെയിം ടൈലുകൾ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഈ ഫ്ലോറിൽ മൊത്തത്തിൽ നമുക്ക് കാണാനുണ്ട്. വളരെ മനോഹരമായി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന മുകളിലത്തെ നിലയൊരു ബെഡ്റൂമാണിത്. ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ബ്ലൂയിഷ് ഗ്രീൻ ടോണിലുള്ള ഫർണിച്ചേഴ്സും പെയിൻറ്റും ഒക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകുന്ദ എഞ്ചിനീയേഴ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓരോ വളരെ ചെറിയ ഡീറ്റെയിൽസിൽ പോലും ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടൈല് ഓഫ് കോഴ്സ് നമ്മുടെ ഓസ്റ്റൺ ക്രീമ ബേബി സ്കിൻ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് താഴത്തെ ഒരു ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന കജാരിയുടെ ക്ലാസിക് മാർബിളും അതേപോലെ തന്നെ ടെസ്ലിൻ ഗ്രിസും, ഇതിൻ്റെ രണ്ടിനെയും കോമ്പിനേഷനാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലും അതുപോലെ തന്നെ കജാരിയുടെ ഒരു റോക്ക് ഫിനിഷ് ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സെയിം ഗ്രൗണ്ട് ഫ്ലോറുള്ള അതേ ബാത്റൂം ടൈൽ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടെയും സെയിം ഫ്ലോർ ടൈൽ തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ 4x2 സൈസിലുള്ള മിഗ്വൽ ബീജ് ആൻഡ് മിഗ്വൽ ബ്രൗൺ എന്നീ 2 ടൈലുകളുടെ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ലൈറ്റ് ബീജ്
കളർ ടോണിലുള്ള ടൈലുകളാണ്. ഇതിൻ്റെ ബാത്റൂം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ റോക്ക് ഫിനിഷിലുള്ള ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡിലുള്ള ടൈലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നല്ല ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈലുകളാണ്. തീരെ നമ്മൾ വെള്ളം വീണാൽ പോലും വഴുതാത്ത രീതിയിലുള്ള നല്ല റോക്ക് ഫിനിഷ് ഉള്ള ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആർഐക്കയുടെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ടൈലാണ്. ഇത് ലെപ്പാർട്ടോ ഫിനിഷിലുള്ള ഫുൾ ബോഡി ബ്രൗൺ കളറുള്ള ടൈലാണ്. ഇത് 8 അടി നീളവും 2 അടി വീതിയിലുള്ള വലിയ സ്ലാബാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലെപ്പാർട്ടോ ഫിനിഷിൽ വരുന്നതാണ്. ആൾമോസ്റ്റ് ലെതർ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ്. ഇത് നല്ല ഫുൾ ലെങ്ത്തിൽ നമുക്കൊരു 8 ഫീറ്റ് ലെങ്ത്തിൽ, അതായത് ഇവിടെ നിന്ന് അവിടം വരെ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈലാണ്. മാത്രമല്ല ഇത് നല്ല ഗ്രിപ്പ് ഉണ്ടാവും, ലെപ്പാർട്ടോ ഫിനിഷാണ്. വളരെ ലക്ഷറി ഫീലിംഗ് തരുന്ന ഒരു ഫിനിഷിലുള്ള ടൈലുകളാണ്. സാധാരണ ഇതിൽ നമ്മൾ ഈ മുറ്റത്തിൽ ഒന്നിക്ക് നമ്മൾ പഴയ ഗ്രാനൈറ്റ് ആണ് സാധാരണ ഉപയോഗിക്കാറ്. അതല്ലെങ്കിൽ ചെറിയ തിക്നെസ്സിൽ വരുന്ന ടൈലുകളായിരിക്കും. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് എന്ന നിലക്ക് ആർഐക്കയുടെ ഇത്തരം പ്രൊഡക്റ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് ബ്രൗൺ, ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് അങ്ങനെയുള്ള എല്ലാ കളർ കോമ്പിനേഷനിലും ഇത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റേസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ആസ്റ്റൺ ക്രീമ ടൈൽ തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു മനോഹരമായൊരു കോമ്പിനേഷൻ, ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ക്രീമ കോമ്പിനേഷനിലാണ് ഈ സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പില്ലറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹൈ ഡെഫിനിഷൻ ക്ലാഡിംഗ് ടൈലുകളാണ്. വളരെ മനോഹരമായൊരു ആൻറ്റിക് ഫിനിഷിലുള്ള ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ ടൈലുകളാണ്. ഒരു ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ കോമ്പിനേഷനിലുള്ള ടൈലുകളാണ് ഇതിൽ ഫ്രണ്ടിലുള്ള എല്ലാ പില്ലറുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്? ജനുവരി, കഴിഞ്ഞ വർഷം ജനുവരി. മുകുന്ദ എഞ്ചിനീയേഴ്സ് ശ്രീജിത്ത് എഞ്ചിനീയർ നേരത്തെ പരിചയമുണ്ടോ? മുംബൈ പരിചയമുള്ളതാണല്ലേ? പരിചയമുള്ളതാണല്ലേ? അല്ല, ഇന്റീരിയറൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ, പ്ലാനും കൺസ്ട്രക്ഷനും ഇന്റീരിയറും എല്ലാം ശ്രീജിത്ത് തന്നെയാണ് ചെയ്തതല്ലേ? മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? ആണല്ലേ? ക്വാളിറ്റി വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. എല്ലാം നമ്മുടെ ഷോപ്പിൽ നിന്ന് സാധനം എടുക്കുമ്പോഴും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകളും ടൈലുകളൊക്കെ. ഒന്നാമത് ശ്രീജിത്തിലേക്ക് പോകാനുള്ള കാരണം അതന്നെയാണ്, ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഉറപ്പ്. കാരണം പുള്ളി പൊതുവേ നമ്മുടെ അടുത്ത് എടുക്കുന്ന കൂടുതലും ആർഐക്ക, കജാരിയ പോലുള്ള നല്ല സൂപ്പർ ബ്രാൻഡുകൾ തന്നെ എടുക്കാറ്. ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് പോറില്ല. ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത്. അതെ, അല്ല നമുക്കെന്ന് വെച്ചാൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഡീൽ ചെയ്യുന്നതല്ലേ, ബ്രാൻഡഡ് സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു തലവേദന ഇല്ല, പിന്നീട് ഒരു തലവേദന ഇല്ല, ഒരു ലോങ് ലൈഫായിരിക്കും. ടൈലുകളാവട്ടെ, സാനിറ്ററി ആവട്ടെ, ഇതാവട്ടെ. അപ്പോൾ ശ്രീനേട്ടൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളുടെയും ഇൻറ്റീരിയർ ഡിസൈൻസിൻ്റെയൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം.